പിന്നെ ആ മതിയില്ലേ എന്തില് നമ്മൾ ഷിഫോൺ കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യാത്തതായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വേഗം തയ്ച്ചെടുക്കാനൊക്കെ കഴിയും. യൂസ് ചെയ്യാത്തോണ്ട് വേഗം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് മനസ്സിലൊരു ഇത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ യൂസ് അല്ല എന്താ പറയാ ഉൾപ്പെടുത്തുന്നുണ്ട്, ആഡ് ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു റീമേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്ത ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ചുരിദാറോ ടോപ്പോ അങ്ങനെ കുറച്ച് മുമ്പ് യൂസ് ചെയ്ത ക്ലോത്ത്സ്, പിന്നെ നമുക്ക് ഇടാൻ മടിയായിട്ടുള്ള അങ്ങനത്തെ കുറച്ച് ടോപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മളൊരു 10-12 വയസ്സുള്ള കുട്ടികൾക്ക് ഗൗണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കുന്ന ഒരു റീമേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അത്. അപ്പൊ നമ്മൾ ഈ വീഡിയോയില് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മ ഒക്കെ പറഞ്ഞു തരും, അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം കേട്ടോ, യൂസ്ഫുൾ ആയിക്കാരം. ഇനിയിപ്പോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ തോന്നുകയാണെങ്കിൽ കമന്റ് ചെയ്യുക, എന്തായാലും റിപ്ലൈ തരുന്നതാണ് കേട്ടോ. പിന്നെ യൂസ്ഫുൾ ആയിനോ ഇല്ലേ എന്നും കൂടി കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ വീഡിയോക്ക് പോണതിന്റെ മുന്നേ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇങ്ങനെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അവരും കൂടി ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പൊ എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മെറ്റീരിയൽ, ഷിഫോൺ മെറ്റീരിയൽ 2 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ചുരിദാറിൻ്റെ ഷ്രഗാണ് കേട്ടോ ഇത്. ഈ ഷ്രഗിൻ്റെ ഫ്രണ്ടത്തെ പോർഷൻ മാത്രം എടുത്തിട്ടാണ് നമ്മൾ ബോഡി പാർട്ട് തയ്ക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എടുത്തത് 8 ഇഞ്ചാണ്, ലെങ്ത്ത് എടുത്തത് 13.5 ഇഞ്ചും, പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തത് 2.5 ഇഞ്ച്, നെക്കിൻ്റെ ഇറക്കെടുക്കുന്നത് 3 ഇഞ്ച്. നമ്മളത് വരച്ചെടുക്കുക, അളവിലൂടെ വരച്ചെടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. 3 ഇഞ്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്. പിന്നെ ആ എൻഡ് ഭാഗത്ത് നിന്ന് അങ്ങോട്ട് താഴേക്ക് കൈക്കുഴി അടയാളപ്പെടുത്താം. അത് 6 ഇഞ്ചിലാണ് കൈക്കുഴി അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് നമുക്ക് ആ അളവിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഫ്രണ്ടത്തെ പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്, നെക്ക്. അപ്പോൾ കൈക്കുഴി ആ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ സൈഡത്തെ ഭാഗം ഉണ്ടല്ലോ, യോക്കിൻ്റെ, അതായത് ബോഡി പാർട്ടിൻ്റെ സൈഡത്തെ ഭാഗം ചെരിച്ചൊന്നിട്ട് 1/2 ഇഞ്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് മറ്റേ ഭാഗം എടുത്തിട്ട്, ആ കോട്ടിൻ്റെ തന്നെ മറ്റേ ഭാഗം എടുത്തിട്ട് നമുക്ക് ഇതേ അളവ് തന്നെ ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നെക്ക് വേണമെങ്കിൽ കുറച്ച് ലെങ്ത്ത് കുറക്കുക, അല്ലെങ്കിൽ അതേ ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതേ അളവ് തന്നെ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഈ ഫ്രണ്ടത്തെ ഭാഗം ഒന്ന് കൈക്കുഴി കുറച്ചൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക. പിന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 9 ഇഞ്ചാണ് സ്ലീവിൻ്റെ ഇറക്കം വരുന്നത്. നമുക്ക് ലെങ്ത്ത് കൂടിയൊക്കെ എടുക്കുക കേട്ടോ. ഇത് ഹാഫ് സ്ലീവ് ആയിട്ടാണ് കിട്ടുന്നത് ഇതിൽ നിന്ന്. അപ്പോൾ നമ്മൾ 9 ഇഞ്ച് ലെങ്ത്തിൽ ഒരു കുഞ്ഞു സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. ഇത് നിറയെ ത്രെഡ് വർക്കുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്തിലൊക്കെ ഇടുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഒറിജിനൽ പീസിൻ്റെ അതേ അളവ് തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബോഡി പാർട്ടിക്കും സ്ലീവിനൊക്കെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ടത്തെ പീസില്ലേ, ഈ നെക്കിൻ്റെ ഭാഗം, ആ ഭാഗം നല്ല ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് ചീത്ത ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കത്തെ പീസ് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിൽ സിബ്ബോ അല്ലെങ്കിൽ ഉക്സോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബാക്കിലെ നെക്കും തയ്ച്ചെടുക്കുക. അങ്ങനെ നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞു ഫ്രണ്ടത്തെ പീസ്. ഇനി ഈ എക്സ്ട്രാ വരുന്ന പീസില്ലേ, ഈ ലൈനിങ്ങിൻ്റെ പോർഷൻ, അത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ബാക്കിലെ നെക്കും ആ തയ്ച്ചെടുത്തതിൻ്റെ അടുത്തൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആ ലൈനിങ് മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ അടുത്തൂടെ ഓരോരു ചെറിയ കട്ടിങ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മറിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രണ്ടത്തെയും ബാക്കത്തെയൊക്കെ നെക്ക് ആ വളവിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളതൊക്കെ ശരിയാക്കി എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഫ്രണ്ടത്തെ നെക്കിൻ്റെ ലൈനിങ്ങിൽ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കുക. ലൈനിങ്ങിൽ മാത്രം തയ്ച്ചാൽ മതിയേ. നമുക്ക് ഈ ഫ്രണ്ടത്തെ ഒറിജിനൽ പീസിൽ സ്റ്റിച്ചിങ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലൈനിങ്ങിൽ അങ്ങനെ തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളത് തയ്ച്ചു കഴിഞ്ഞു. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് കഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക.
ഈ ബാക്കിലെ പീസ് വെച്ചിട്ട് അങ്ങനെ 2 ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കഴുത്ത് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഇപ്പോൾ ബാക്കിലെ പീസിൽ ഞാൻ പ്രസ്സായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ അതിൻ്റെ ആ സ്റ്റിച്ചിങ് പുറത്തേക്ക് കാണും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എല്ലാ പീസും ലൈനിങ്ങും ഒറിജിനൽ പീസൊക്കെ ഒന്ന് വെറുതെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒറ്റ പീസാക്കി മാറ്റാനാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമുണ്ടാവും അങ്ങനെ ചെയ്ത് കൊടുത്താൽ. ഇനി നമുക്ക് 2.5 ഇഞ്ച് വിടുത്തിലും കുറച്ച് നീളത്തിലുള്ള ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇടത്തെ ഭാഗത്തായിട്ട്, അതായത് നമ്മളെ കൈയിൻ്റെ ഇടത്തെ ഭാഗമല്ലേ, ആ ഭാഗത്തായിട്ട് ആ ഓപ്പണിൻ്റെ ഭാഗത്തൊന്ന് തയ്ച്ചു കൊടുക്കുക. നമ്മളിതിന് സിബ്ബല്ല വെക്കുന്നത്, ഹുക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നല്ല ഭാഗത്തേക്ക് മറിച്ച് തയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് തയ്ച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നല്ല ഭാഗത്തേക്കായിട്ടാണ് പ്രസ് വരിക കേട്ടോ. നമ്മൾ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ല ഭാഗത്തേക്ക് മടക്കി തയ്ച്ചു കൊടുക്കണം. ഇനി അത് തയ്ച്ചു കഴിഞ്ഞാൽ നമ്മളെ വലത്തെ ഭാഗം ഉണ്ടല്ലോ, വലത്തെ കൈയിൻ്റെ ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ആ വലത്തെ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് പതിച്ചടിക്കും വേണം. ആ ലൈനിങ്ങിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കത് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഈ നല്ല ഭാഗത്ത് ആ സ്റ്റിച്ചിങ് കാണാനേ പാടില്ല. എന്നിട്ട് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് മറിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നമുക്കത് കുളത്ത് വെക്കാനുള്ളതാണ് കേട്ടോ. ഞാനതിന് സിബ്ബ് വെക്കണില്ല, അപ്പോൾ സിബ്ബ് കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുളത്താണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ ഈ 2 ഭാഗവും കൂടി ജോയിൻ്റ് ആവണ ആ എൻഡ് ഭാഗമല്ലേ, നമ്മൾ അരേൻ്റെ ഭാഗം, ആ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡി പാർട്ടിൻ്റെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ആ ഷിഫോൺ മെറ്റീരിയൽ കോണായിട്ട് മടക്കി വെക്കുക. എന്നിട്ട് അരേൻ്റെ ഭാഗം അടയാളപ്പെടുത്താനായിട്ട് ആ കോർണർ ഭാഗത്തു നിന്ന് 7 ഇഞ്ച് വിടുത്തിലൊന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ആ മേലത്തെ ഭാഗത്തു നിന്ന് താഴേക്ക് 30 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. നമ്മൾ ആ വരച്ചെടുത്ത ഭാഗമല്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്കാണ് 30 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ അടുത്തിങ്ങനെ താഴേക്ക് അങ്ങനെ ആയിട്ട് 30 ഇഞ്ച് ലെങ്ത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ 7 ഇഞ്ച് വരച്ച ഭാഗത്തു നിന്ന് മാത്രമേ അടയാളപ്പെടുത്താൻ പാടുള്ളൂ. അപ്പോൾ ആ മേലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആ ഭാഗമാണ് നമ്മൾ അരൻ്റെ ഭാഗത്തേക്ക് വരിക. ഇനി താഴത്തെ ഭാഗം ഇങ്ങനെ ചുറ്റുഭാഗവും കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴത്തെ ഭാഗം നല്ല ഫ്ലെയറായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇതേ സെയിം അളവ് തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബോഡി പാർട്ടിനോട് കൂടി ലൈനിങ്ങും ഒറിജിനൽ പീസും വെച്ചിട്ട് ജോയിൻ ചെയ്യുക. നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 സ്ലീവും കൂടി നമ്മളെ കൈക്കുഴിൻ്റെ ഭാഗത്തില്ലേ, ആ ഭാഗത്തൂടെ 2 ഭാഗം വെച്ചിട്ട് 2 സ്ലീവും വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കൈയിൻ്റെ എൻഡിൽ വെക്കാനായിട്ട് 2 ഇഞ്ച് വീതിയിലും കുറച്ച് നീളത്തിലുള്ള ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ഞെറിവ് എടുത്തിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. ഈ പ്ലീറ്റ്സ് ഉള്ള പീസ് നമ്മൾ നീളത്തിൽ തയ്ച്ചെടുക്കണോണ്ട് തന്നെ നടു കട്ട് ചെയ്തെടുക്കുക. എന്നാലേ നമുക്ക് 2 സ്ലീവിൻ്റെ എൻഡിലും തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി 1/4 ഇഞ്ച് 1/2 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ഇത് സ്ലീവിൻ്റെ എൻഡിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്ലീറ്റ്സ് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ആ ത്രെഡ് വർക്കിൻ്റെ ഭാഗത്താണ് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ 2 സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഈ ചീത്ത ഭാഗത്തുനിന്ന് നമ്മളെ അളവെടുത്തിട്ട് മാർക്ക് ചെയ്യാം. ഒരു 14 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാനിത് അളവെടുത്തത്. അപ്പോൾ അങ്ങനെ കൈയിൻ്റെ ഭാഗവും ഈ താഴത്തേക്കൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഉടുപ്പ് ഏകദേശമൊക്കെ റെഡിയായി. ഇനി ഈ ഉടുപ്പിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുത്താൽ മതി കേട്ടോ. അംബ്രല്ല കട്ട് ആയതുകൊണ്ട് തന്നെ അധികം വീതിയിലൊന്നും തയ്ക്കാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു ഉടുപ്പാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്റ്റിച്ചിങ് ഒക്കെ കണ്ടില്ലേ, ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. ഈ അപ്പർ പാർട്ട് ഉണ്ടല്ലോ, 2 പാർട്ടായിട്ടാണ് ഇത് ആക്കിയത്. ഈ അപ്പർ പാർട്ട്
നമ്മള് ചുരിദാറിന്റെ ഒരു ഷ്രഗ്, ഒരു കോട്ട് പറയുന്നത് ഭയങ്കര ലെങ്ത് ഉള്ള കോട്ട്, ആ കോട്ട് വെച്ചിട്ടാണോ അപ്പർ പാർട്ടും പിന്നെ സ്ലീവും വെച്ചത്. ഇതൊരു ഗോൾഡൻ കളർ വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടാനൊക്കെ മടിയാവും. കുറച്ച് മുമ്പത്തെ ഒരു സ്റ്റൈലാണല്ലോ ഇങ്ങനെ ഗോൾഡൻ കളർ, ഭയങ്കര ബ്രൈറ്റ് കളർ എന്നൊക്കെ. പിന്നെ നമുക്ക് മടിയാവുമല്ലോ. പിന്നെ കേസൊക്കെ അങ്ങനെയാണ്, നമുക്ക് എവിടേക്ക് പോകാനും ഗോൾഡൻ കളറിലുള്ള ഒരു മടിയാണ്, ഒരു മടുപ്പൊക്കെ വേഗം തോന്നിക്കും. ഇപ്പൊ എല്ലാരും പിന്നെ പ്രിന്റ്, ചെക്ക്, ലൈൻസ്, കളറ് അങ്ങനെയൊക്കെ ആണല്ലോ ഇടല്. പിന്നെ അല്ലെങ്കിൽ കോപ്പർ, ഇപ്പൊ ഞാൻ ഇട്ട പോലത്തെ അങ്ങനത്തെ കോപ്പറിൽ വല്ലാണ്ട് ഉദിച്ചു നിൽക്കാത്ത പോലത്തെ കളറൊക്കെ ആണല്ലോ. അപ്പൊ ഇത് ഭയങ്കര മടിയായിട്ട് അങ്ങനെ യൂസ് ചെയ്യാണ്ട് നിന്നതാണ്. പിന്നെ ഇതിന് താഴത്തെ പാർട്ട് ഷിഫോൺ ആണ് കേട്ടോ, എക്സ്ട്രാ തുണി വാങ്ങിച്ചതാണ്. നമ്മൾ ഈ മേലത്തെ പാർട്ട് ആ ഷ്രഗ് കൊണ്ടും പിന്നെ താഴത്തെ പാർട്ട് എക്സ്ട്രാ തുണി വാങ്ങിച്ചിട്ട് ചെയ്തതാണ്. 2 മീറ്റർ ആണ് കേട്ടോ, ഷിഫോണിന്റെ ക്ലോത്ത് ആണ്. ഈ ക്ലോത്ത് കൊണ്ട് തന്നെ നമ്മൾ സ്ലീവിന്റെ എൻഡില് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഞെറിവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടോട്ടലി ഞെറിവ് കൊടുത്തു, നല്ല ഭംഗിയില്ലേ, നല്ല ക്യൂട്ടായിക്കണില്ലേ അത് കാണാന്. പിന്നെ ഈ ഷിഫോണിന്റെ ക്ലോത്ത് കൊണ്ട് തന്നെയാണ് നമ്മൾ കയർ വെച്ചത്. ബാക്കിക്കായിട്ടുള്ള കയറല്ല, ഫ്രണ്ടിക്ക് ഇങ്ങനെ സൈഡിലോട്ടേക്ക് വരുന്നൊരു ബോ വെച്ചിട്ടുള്ള ഒരു കയറാണ്. നമുക്കിത് അയക്കാട അങ്ങനത്തതാണ് കേട്ടോ, സൈഡിലോട്ടാണ് വന്നത്. അപ്പൊ ഫ്രണ്ടിലൊന്നും ഇല്ലാന്ന് തോന്നൂല്ല, നല്ല ഭംഗിയുണ്ടാവും. സോ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങള്. ഭയങ്കര ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യാത്ത ക്ലോത്ത്സോ ചുരിദാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമന്റ് ചെയ്യുക, ട്രൈ ചെയ്തു ഈസി ആണെന്നോ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇൻഷാല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വേഗം കാണാനും കഴിയും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. മതി. ഇനിയിപ്പോ നിങ്ങൾ കാണുന്നതിന്റെ ഇടയിൽ കേട്ടോ ട്ടോ പറയുമ്പോ ഒരു ക്യൂട്ടായില്ലേ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നീട്ടോ വരാം. ആന്റിന്റേതാണിത് പറഞ്ഞില്ലേ, പറഞ്ഞ പിന്നെ ഇന്റേതായിരിക്കും. തന്നെ ഷിഫോണിന്റെ 2 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. 2.5 പറഞ്ഞു. 2.5 പോരെ? 2 മതി, 10 വയസ്സ് കുട്ടിക്കല്ലേ. പക്ഷെ ഇങ്ങനെ ഇതൊക്കെ ഉള്ളതല്ലേ, ഇതൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല, അളവ് പറയുമ്പോ വിളിച്ചു വരുത്തി അപമാനിക്കുന്നു.